സുപ്രീം കോടതി ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞ് കുറച്ച് ഒബ്സർവേഷൻസും കൂടെ പറഞ്ഞു കേട്ടോ. വീട്ടിലെ ജോലികൾ എന്നുള്ളത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്, റെസ്പോൺസിബിലിറ്റീസ് ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ നാളായിട്ട് അങ്ങനെ ഒരു എല്ലാവരുടെയും ബ്രെയിനിൽ കയറിയ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻസിൻ്റെ കയ്യിലാണ് മെയിനായിട്ട് തോന്നുന്നത്. വീട്ടിൽ പെണ്ണുങ്ങളാണ് എല്ലാ ജോലികളും ചെയ്യാനുള്ളത്. അത് വീട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ എന്നാണ് ചെയ്യാത്തവരുടെ ഒരു കാഴ്ചപ്പാട്. ചെയ്യുന്നവർക്ക് അറിയാം എന്തൊക്കെ ജോലിയാണ് ഉള്ളത്. ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ നല്ല ജോലികളുണ്ട്. കുക്കിംഗ് മാത്രം, അടുക്കളയിൽ നിന്ന് ആഹാരം നിങ്ങളെ മുന്നേ എത്തുന്നു എന്ന് പറഞ്ഞ് അത് മാത്രമല്ല വീട്ടിലെ ജോലി വരുന്നത്. ഹലോ, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ സുപ്രീം കോടതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു മാർച്ച് 20 എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് കൊടുത്ത കേസിൻ്റെ ജഡ്ജ്മെൻറ്റാണ്. ഹസ്ബൻഡ് ഡിവോഴ്സ് ഫയൽ ചെയ്തേക്കാണ്. കാര്യം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നില്ല, വീട്ടിലെ ജോലികൾ നേരാവണ്ണം ചെയ്യുന്നില്ല, അതൊരു ക്രൂരതയാണ്, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. അത് സുപ്രീം കോടതി വരെ എത്തിയ ഒരു കേസാണെന്ന് ആലോചിക്കണം. സുപ്രീം കോടതി എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഫാമിലി കോർട്ടിൽ പോയി അവിടുത്തെ ജഡ്ജ്മെൻറ്റ് ശരിയാകാതെ ഹൈക്കോർട്ടിൽ പോയി അതിന് ശേഷം പിന്നെയാണ് സുപ്രീം കോടതിയിൽ വരുന്നത്. അപ്പം ഇത്രയും കോടതികൾ കയറി ഇറങ്ങി അവിടെ വരെ എത്തേണ്ട ഒരു കേസാണോ ഇത്? ഭാര്യ വീട്ടിലെ ജോലികൾ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം ഫാമിലി കോർട്ടിൽ പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഡിവോഴ്സ് കിട്ടി. ആ കേസിനെ കുറിച്ച് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഫാമിലി കോർട്ടിൽ പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഡിവോഴ്സ് കിട്ടി. ഓക്കെ, ഭാര്യ ജോലികൾ ചെയ്യുന്നില്ല, അതൊരു ക്രൂരതയാണെന്നുള്ളത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും ഫാമിലി കോർട്ട് കൊടുത്തത്. പക്ഷേ പുള്ളിക്കാരി വൈഫ് ഹൈക്കോർട്ടിൽ പോയപ്പോഴത്തേക്ക് അതിനെ മാറ്റിവെച്ചു. അതില്ല, അത് ശരിയാവത്തില്ല, അത് പിന്നെ വൈഫ് ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ക്രൂരതയായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഹൈക്കോർട്ട് പറഞ്ഞത്. അതിനുശേഷം സുപ്രീം കോടതിയിൽ ഹസ്ബൻഡ് പിന്നെയും കൊണ്ട് കേസ് കൊടുത്തു. ഈ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല, അതിനൊരു സൗകര്യം കിട്ടിയില്ല. ഒരു അവസ്ഥയാണ് ആലോചിക്കുന്നത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതി ഇതൊക്കെ ഒബ്സർവ് ചെയ്യേണ്ടത്, നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞു തരേണ്ട ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് നമ്മളുടെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ വീട്ടിലെ ജോലികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഡീകോഡ് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. ഒരു വീട്ടിൽ എന്തൊക്കെ ജോലി ഉണ്ടാവുക എന്നുള്ളത്. ഡീകോഡിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയൊക്കെ ജോലി ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഈ ചെയ്യുന്നവർക്ക് അറിയാം എന്തുമാത്രം പാടാണ് ഇത്രയും ജോലികൾ ചെയ്തെടുക്കുക എന്നുള്ളത്. അത് എല്ലാവരുടെയും കൂടെ ജോലി ഒരാൾ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്രയും വലിയൊരു ലോഡാണ് വരുന്നത്. ഇപ്പോൾ വീട്ടിലൊരു 5-6 പേരുണ്ടെന്ന് വയ്ക്കുക, അവർക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത് എല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നുള്ളത്, അവരുടെ തുണി കഴുകുക എന്നുള്ളത്, ലോണ്ടറി എന്നുള്ളത് തുണി കഴുകുക മാത്രമല്ല. ഇപ്പോൾ മെഷീനിലാണ് കഴുകുന്നത്. ഓക്കെ, മെഷീനിലാണ് കഴുകുന്നതെങ്കിൽ മെഷീൻ തന്നെ വന്ന് തുണി എടുത്തുകൊണ്ട് പോയി തുണി ഉണക്കി നമ്മൾ കൈ കൊണ്ട് തരില്ല. എന്ത് ചെയ്യണം? നമ്മൾ തുണി എടുത്ത് മെഷീനിൽ കൊണ്ടിട്ട് മെഷീനിൽ നിന്ന് കഴുകിയ തുണികൾ എടുത്ത് അതിനെ ഉണക്കാൻ വിരിച്ചു, അത് ഉണങ്ങിയിട്ട് അത് എടുത്തു, അതിനുശേഷം അത് മടക്കി ഫോൾഡ് ചെയ്ത് അലമാരിയിൽ വെക്കുക. ഇത് ഇത്രയും ലോണ്ടറിയിൽ വരുന്ന ജോലിയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ തന്നെ ഇത്രയും ജോലികൾ വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് കുക്കിങ്ങിൻ്റെ കേസിലും. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് വേവിക്കുന്ന മാത്രമല്ല, അതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷനുണ്ട്. അത് ക്ലീൻ ചെയ്ത് സാധനങ്ങൾ ക്ലീൻ ചെയ്ത് എടുക്കുക എന്നുള്ളതുണ്ട്. പിന്നെ അത് കുക്ക് ചെയ്തതിന് ശേഷം അത് പാത്രത്തിലാക്കി വെക്കുക എന്നുള്ളതുണ്ട്. എല്ലാം ഉണ്ട്. ഇത് ഓരോന്നും ചെറിയ ചെറിയ ജോലികളാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ എഫേർട്ടുണ്ട്, അതിൻ്റേതായ ടൈം ആവശ്യമുണ്ട്. അപ്പോൾ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്ത് ഓക്കെ എനിക്കിത് മാത്രം മതി, ഞാൻ എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണെന്ന് വിചാരിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല, അത് മാത്രം ചെയ്തിട്ടിരിക്കാം. പക്ഷേ ഇതല്ല, എനിക്ക് പുറത്തുനിന്നുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് കുറച്ച് മീറ്റിംഗ് വേണം, എൻ്റെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം വേണം, എൻ്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം വേണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലെ ജോലി മാത്രം എല്ലാവരും ജോലിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിന്നാൽ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോരുത്തരും അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജോലികളെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു ആശ്വാസമായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് അവർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഓരോ ജോലികളും എത്രയൊക്കെ ജോലി ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇനി ഞാൻ കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഫസ്റ്റ് നമ്മൾ ആലോചിക്കുന്നത് ഫുഡാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. അപ്പോൾ ഫുഡിനുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ജോലി. പിന്നെ കുക്ക് ചെയ്ത ഒരു സാധനം നമ്മൾ വേവിക്കാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 100 പാത്രം കഴുകാൻ വരും. ഒരു സാധനം നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ ഒരു 2-3-4 പാത്രങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വരും. നമ്മൾ മുന്നിൽ പ്ലേറ്റിലിരിക്കുന്ന ആ ഒരു ബൗളിലിരിക്കുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു 4-5 പാത്രം കഴുകേണ്ട ആവശ്യമുണ്ട്. അപ്പം അവിടെ 4-5 പാത്രം ക്ലീൻ ചെയ്യണം. പാത്രം കഴുകുക എന്നുള്ളൊരു ജോലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ക്ലീൻ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അങ്ങനെയാണ് ശരിക്കും ചെയ്യാനുള്ളത്. എല്ലാം കൂടെ ഒരാളുടെ തലയിൽ ഇടരുത്. ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര ഏരിയ ഉണ്ട്, അതിനനുസരിച്ച് പണി വരും. ഇപ്പോൾ 2 റൂമേ ഉള്ളെങ്കിൽ 2 റൂം ക്ലീൻ ചെയ്താൽ മതി. അവരവരുടെ റൂം അവരവർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത്രയും പണി കുറഞ്ഞ് കിട്ടും. പിന്നെ എല്ലാ ജോലിയും ഞാനാണ് ചെയ്യുന്നതെന്ന് പറയുന്നവർ ആലോചിച്ച് നോക്കുക, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ കൂടെ ഉണ്ട്. കുക്കിംഗ് മാത്രം ചെയ്തതിന് ശേഷം വീട്ടിൽ പണിയെല്ലാം ഞാനാണ് ചെയ്യുന്നതെന്ന് പറയുന്നവർ ആലോചിച്ച് നോക്കുക. നിങ്ങൾ വീട്ടിൽ ക്ലീനിങ് നിങ്ങളാണ് ചെയ്യുന്നത്, എല്ലാ റൂമും ഞാനാണ് ക്ലീൻ ചെയ്യുന്നത്, എല്ലാ ബാത്റൂമും ഞാനാണ് ക്ലീൻ ചെയ്യുന്നത്. ബാത്റൂം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വെള്ളം അടിച്ച് വെക്കുക മാത്രമല്ല, അത്യാവശ്യം വൃത്തിയായിട്ട് ഒരു സ്പോട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് നിങ്ങളുടെ ബാത്റൂം അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചൺ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് മാജിക്കൊന്നും അല്ല. അതിൻ്റെ പിന്നിൽ ഒരാൾ പണിയെടുത്തിട്ടാണ് അതങ്ങനെ കിടക്കുന്നത്. ഒരു മാജിക് കൊണ്ടും വീട് ഫുള്ള് ക്ലീനാക്കി വെക്കാൻ പറ്റത്തില്ല. പിന്നെ കുട്ടികളുള്ള വീടാണെങ്കിൽ അവരുടെ ജോലിയും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞു കുട്ടിയായിട്ടുള്ള കേസ് മുതൽ ഞാൻ പറയാം. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ്, ഫീഡ് ചെയ്യുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അമ്മയ്ക്ക് അത് തന്നെ ഒരു ഫുൾ ടൈം ജോബാണ്. 2 കുട്ടികളെ വളർത്തിയിട്ടുള്ള ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 hours 2 മണിക്കൂർ ഇൻ്റർവെല്ലിൽ നമ്മൾ കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കണം. അതെന്ന് പറയുന്ന രാത്രി ഉൾപ്പെടെ. അപ്പം രാത്രി ഉറക്കം പോലും ശരിയാവത്തില്ല. ഫീഡിങ് സ്റ്റേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പണി കുറഞ്ഞു നമ്മൾ വിചാരിക്കരുത്. അത് കഴിയുമ്പോഴത്തേക്കും പണി തന്നെയാണ്. ഇപ്പോൾ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് മര്യാദയ്ക്കൊന്ന് ബാത്റൂമിൽ പോയി കുളിക്കാൻ പോലും നേരെ സമയം കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ആ സമയം നമ്മൾ കുട്ടിയെ ഉറക്കി കിടത്തിയോ അല്ലെങ്കിൽ നമ്മൾ ജോലികൾ മാറ്റി വെച്ചിട്ട് സമയം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കുളിക്കാൻ തന്നെ ടൈം കണ്ടെത്തുന്നത്. ടോയ്ലറ്റിൽ പോലും നേരെ ഇരിക്കാൻ പറ്റില്ല. ആ സമയത്തായിരിക്കും കുട്ടി കരയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട സിറ്റുവേഷൻ വരും.
അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസും വരും. അപ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ട ഒരാളാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ളത് വലിയൊരു ഉപകാരം തന്നെയാണ്. പക്ഷേ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയും, ഞാനാണ് എല്ലാ പണികളും ചെയ്യുന്നത്, ആ കുട്ടിയുടെ കാര്യം നോക്കുന്നത് ഒരു ഫുൾ ടൈം ജോബാണ്, അതിലവർ കൈ കടത്തുന്നില്ല. പക്ഷേ അതവർ ആലോചിക്കുന്നില്ല. പിന്നെ കുട്ടികളുടെ കേസ് പറയുമ്പോഴത്തേക്കും ഞാൻ അവരെ ഡയപ്പർ ചേഞ്ചിങ്, ഹൈജീനിക്കായിട്ട് അവരെ വെക്കുക, ഇതൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇതൊക്കെയെന്ന് പറയുന്നത് അത് നല്ല പണി വേണ്ടുന്ന കാര്യമാണ്. കുട്ടി വലുതായി കഴിഞ്ഞാലും അവരെ കാര്യങ്ങൾ നോക്കുക, അവരുടെ മുടി ക്ലീൻ ചെയ്യുക, പെയിൻ ചെയ്യുക, ഇതെല്ലാം ഒരു ജോലി തന്നെയാണ്. പക്ഷേ ഇതെല്ലാം എപ്പോഴും അമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇതൊന്നും പരാതി പറയാതെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പോയി ചോദിക്കുക, നീ എക്സോസ്റ്റഡ് ആണോ? അതിൻ്റെ കൂട്ടത്തിൽ ഒരു വർക്കിംഗ് മോം ആണെന്ന് കൂടി വിചാരിക്കുക, ജോലിക്കും കൂടെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ജോലിക്കും കൂടെ പോയിട്ട് വീട്ടിലെ കാര്യം ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതിൻ്റെ കേസിൽ ആ പുള്ളിക്കാരി ഒരു വർക്കിംഗ് മോമാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് എനിക്ക് വേണ്ടി കുക്ക് ചെയ്തിരുന്നില്ല ഇതൊക്കെ പറഞ്ഞത്. ആ ഒരു ഹസ്ബൻഡ് ഓഡോസിറ്റിയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്നിട്ട് ചെയ്യണം, അയാൾ ഷെയർ ചെയ്ത് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യണം. കുക്കിംഗ്, ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് വീട്ടിലെ പെണ്ണിൻ്റെ മാത്രം പണിയല്ല, അത് രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്യേണ്ടതാണ്. മോഡേൺ മാരേജസിൽ അങ്ങനെയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ജെൻഡർ റോൾസ് ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് സുപ്രീം കോടതി പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയും അവൾക്ക് വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഹസ്ബൻഡും ഉണ്ട്. വീട്ടിലെന്താ പണി? വീട്ടിലൊരു പണിയില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുക. ശരിക്കും ഒരു വീടിനെ വീടായിട്ട് കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണിയെടുത്തിട്ടാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യമാരെ, അല്ലെങ്കിൽ ഇത് ആര് കാണുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയണം. ഇത് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനമുണ്ട്. ഒരാളെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, വീട്ടിലെന്താ ജോലി ഉണ്ടോ എന്നുള്ളത് ഒരാളെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വെറുതെ അങ്ങ് അവിടെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കാണുന്ന സ്ഥലം മാത്രം ക്ലീൻ ചെയ്തൊക്കെ പോകുന്നത് ഈസിയാണ്. പക്ഷേ ഫർണിച്ചറൊക്കെ മാറ്റി ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നല്ല പണിയുള്ള കാര്യമാണ്. ഇപ്പോൾ പിന്നെ ഒരുപാട് സർവീസസ് ഒക്കെ ഉണ്ട്, ഡീപ്പ് ക്ലീനിങ് സർവീസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ സ്വന്തം വീട്ടിലെ ക്ലീനിങ് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് എല്ലാം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര മുറികളുണ്ട്, എത്ര ബാത്റൂമുണ്ട്, എത്ര ആൾക്കാരുണ്ട്, അതനുസരിച്ച് അവരുടെ പണി കൂടുകയാണ്. അപ്പം എല്ലാം കൂടെ ഒരാളുടെ തലയിൽ ഇട്ട് കൊടുക്കാതിരിക്കുക, ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ കുട്ടികളുടെ കേസ്, കുട്ടികൾ അവരെ കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ വീട്ടിൽ വരുന്നൊരു പണിയാണ് നമുക്ക് ഗ്രോസറി വാങ്ങുക, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അത് മാനേജ് ചെയ്ത് ബഡ്ജറ്റ് ചെയ്ത് ആദ്യം വാങ്ങിയത് ആദ്യം ഉപയോഗിക്കുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുക. ഈ മെൻ്റൽ ലോഡുണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ ലോഡാണ്. ആ ലോഡ് എടുക്കാനും ഇതെല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മാത്രമേ സ്ട്രെസ് ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവർക്കും വരും സ്ട്രെസ്, എല്ലാവർക്കും വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുന്ന അവരുടെ മെൻ്റൽ ലോഡ്. പിന്നെ തുണി കഴുകുന്നത് പറയുമ്പോൾ ഇതൊരു കാര്യമുള്ളൂ എങ്കിലും ഇതിലെല്ലാത്തിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഈ സാധനങ്ങൾ ഈ സാധനം തീർന്നു, ഈ സാധനം വാങ്ങണം, ഇതൊക്കെ നമ്മൾ നോക്കി കണ്ട് ചെയ്താലേ പറ്റുള്ളൂ. എന്നാലേ നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പറയാൻ പറ്റും. കുട്ടികളുള്ള വീടാകുമ്പം എല്ലാം ഓർഗനൈസ് ചെയ്താൽ വെച്ച സ്ഥലത്ത് ഇരിക്കണമെന്നൊന്നുമില്ല. അവർ പിന്നീട് എടുത്ത് മാറ്റി കളിക്കും. കുട്ടികൾ വലുതാവുന്നതനുസരിച്ച് അത് ക്ലീനായി വന്നോളും. അപ്പോൾ നമ്മൾ കുട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഓവർ സ്ട്രെസ് എടുക്കാതിരിക്കുക. വേറെ മറ്റുള്ള വീടുകളെ നോക്കിയിട്ട് അവിടെ നല്ല ക്ലീനായിട്ട് എടുക്കുന്നു, ഇവിടെ ഓർഗനൈസ്ഡ് അല്ല, ഇവിടെ എല്ലാം വാരി പറഞ്ഞ് കിടക്കുന്നു എന്ന് ആലോചിച്ച് വിഷമിക്കാതിരിക്കുക. കാരണം കുട്ടികൾ വലുതാവും. അപ്പോൾ കുട്ടികളുടെ ആ സ്റ്റേജിലുള്ള ആ ഒരു രീതിയാണ് ഇങ്ങനെ. കുട്ടികളാവുമ്പോൾ ഇങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതങ്ങനെ കിടന്നോട്ടെ. നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ സ്ട്രെസ് കൊടുക്കാതിരിക്കുക. അവർ വലുതാകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ മിസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. അവർ കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ അത് ആലോചിച്ച് മിസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇപ്പോഴുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഓവറായിട്ട് അതങ്ങനെ അതിലേക്ക് പോട്ടെ. നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ് എടുത്ത് നമ്മൾ സന്തോഷം കളയാതിരിക്കുക. ഉള്ള പോലെ ഹാപ്പി ആയിട്ട് ജീവിച്ച് പോവുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എന്നുള്ള ഇത്ര ലെങ്തി ആയില്ല. അപ്പോൾ വീട്ടിലെ ജോലി എന്ന് പറയുന്നത് നിസ്സാരമല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫുൾ ആരും കണ്ടു എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞൊപ്പിച്ചു. ഏകദേശം എല്ലാ ജോലികളും ഞാൻ കവർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതെല്ലാം എല്ലാ വീട്ടിലും ഇതെല്ലാം സെയിം ആവുമെന്ന് വിചാരിക്കില്ല. ഓരോ വീട്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും. ചില വീടുകളിൽ രാവിലെ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്ക് അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ഡിന്നർ കഴിക്കുന്നത്. 3 നേരവും 3 രീതിയിലുള്ള ആഹാരം വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ സ്നാക്സ് വേണം, വേറെ എന്തെങ്കിലും ഡെസേർട്ട് വേണം. ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത് അത്രയും പണിയാണ്. കുക്ക് ചെയ്യുന്നത് പണിയാണ്, അത് ക്ലീൻ ചെയ്യുന്നതും പണിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലെ പണി തന്നെ ആയിരിക്കണമെന്നില്ല അടുത്ത വീട്ടിലെ പണി. നമ്മൾ എങ്ങനെ ആഹാരം കഴിക്കുന്നു, എന്തൊക്കെ ആഹാരം കഴിക്കുന്നു, ഇപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിച്ചാലേ പറ്റുള്ളൂ. പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ പിന്നെ ഫിനാൻസ് ഉള്ളവരാണെങ്കിലും അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനുള്ള കാശുണ്ടെങ്കിൽ പോലും ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചാലേ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബാറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ ഇടിയപ്പം എന്നുള്ള കേസ് തന്നെ നമുക്ക് എടുക്കാം. ഇടിയപ്പം എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ട് ഇടിയപ്പം വാങ്ങാൻ കിട്ടും. അത് നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് മാത്രം എടുത്താൽ മതി. അല്ലാതെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എന്തുമാത്രം പണിയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് എത്രമാത്രം സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും, സമയവും നമ്മുടെ എഫേർട്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഞാൻ സൂപ്പർ വുമണാണ്, ഇതൊക്കെ എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, അല്ല അങ്ങനെ ചെയ്താലേ ശരിയാവും, ഇടിയപ്പം നമ്മൾ കൈകൊണ്ട് പീച്ചെടുത്താലേ ശരിയാവും എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എഫേർട്ടും അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് മടിയുള്ളതുകൊണ്ടല്ല ആൾക്കാർ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് സമയവും ഇത് ഇത്രയും നമുക്ക് ലാഭിക്കാൻ പറ്റും. കുറച്ച് കാശ് എക്സ്ട്രാ ആയാലും പ്രശ്നമില്ല, നമുക്ക് അവിടെ നമ്മുടെ സമയം തിരിച്ച് കിട്ടും.
സമയവും നമ്മുടെ ബുദ്ധിമുട്ടും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താണ് കിട്ടുന്നത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോയി നോക്കുക. സൂപ്പർ വുമൺ ആവാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. നമ്മൾ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റും, എനിക്കെല്ലാ ജോലി ഒറ്റയ്ക്ക് കാണാം, എൻ്റെ അമ്മ എനിക്കിതെല്ലാം ചെയ്തു തന്നുള്ളൂ, എൻ്റെ അമ്മ ഇതെല്ലാം ചെയ്യുമായിരുന്നല്ലോ എന്നുള്ളത്. നിങ്ങളുടെ അമ്മ അതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് അവരുടെ മക്കൾക്ക് വേണ്ടി അവർ ചെയ്തതാണ്. ഹസ്ബൻഡിന് വേണ്ടി അത് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമെന്നില്ല. കാരണം കുട്ടികൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവർ കുഞ്ഞായിരിക്കുമ്പോഴേക്കും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതായാലും ബാക്കി കാര്യങ്ങളായാലും നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം, എന്തായാലും ചെയ്തേ പറ്റൂ. കാരണം അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നിട്ടും അതൊന്നും ചെയ്യാതിരുന്നിട്ട് എനിക്ക് നീ ചെയ്തു തന്നാലേ പറ്റൂ എന്ന് പറയുന്ന ആണുങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. പുരുഷ മഹാജനങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾക്കൊരു വേലക്കാരിയാണ് വേണമെന്നുണ്ടെങ്കിൽ, വേലക്കാരിയാണ് നിങ്ങൾക്ക് ആവശ്യം, വീട് ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു വേലക്കാരിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക. കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ലൈഫ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ആളാണ് ലൈഫ് പാർട്ട്ണർ, നിങ്ങളുടെ വേലക്കാരിയല്ല. അതും സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് കേട്ടോ. അപ്പോൾ എന്താണ് റെസ്പോൺസിബിലിറ്റി, വീട്ടിലെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഭാര്യയുടെ മാത്രമല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതാണ്, നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി എനിക്കിത് ചെയ്യാം, ഞാൻ ഇത് ചെയ്യാം, നീ അത് ചെയ്യുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി എഫേർട്ട് എടുക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. റെസ്പോൺസിബിലിറ്റീസ് ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ ചെയ്യുക എന്നുള്ളത്, കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ കുറേ പെൺകുട്ടികളുണ്ട്, അവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ ഇതാണ്. ഫുള്ള് ജോലി ചെയ്ത് ഇപ്പോൾ അവർ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് വന്നതിന് ശേഷം വീട്ടിൽ ജോലിയെല്ലാം ചെയ്തതിന് ശേഷം ഇതാണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം കുറേ പേര് കല്യാണം കഴിക്കുന്നെല്ലാം തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെൺകുട്ടികൾ തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ? ആണുങ്ങളുടെ സ്വഭാവം തന്നെയാണ്. നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ നോക്കുക. നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല വഴി. എന്നിട്ട് ഒരു ജോലിക്കാരിയെ വെച്ച് നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.